സെക്രട്ടേറിയറ്റിനു മുന്നിൽ ആശാ വർക്കർമാർ നടത്തുന്ന രാപ്പകൽ സമരം 13ാം ദിവസത്തിൽ. ആശാമാർക്ക് പിന്തുണയുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തുണ്ട്. സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നാണ് ആശാ വർക്കർമാർ അറിയിച്ചിരിക്കുന്നത്. 2 മാസത്തെ ഓണറേറിയം പ്രഖ്യാപിച്ചെങ്കിലും ലഭിച്ചത് 1 മാസത്തേത് മാത്രമാണെന്നും ആശാ വർക്കർമാർ വ്യക്തമാക്കി. ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പോരാട്ടമാണ് കഴിഞ്ഞ 13 ദിവസമായി ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ് ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി രംഗത്തെത്തുന്നത്. കേരള മനസാക്ഷിയുടെ മുന്നിൽ ചോദ്യമുയർത്തിക്കൊണ്ടാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി യോഗം വിളിച്ച് പരിഹാരം കാണണമെന്നും ആശമാരോട് സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാരണം ഇവർ ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിക്കണം, വിളിച്ച് ചർച്ച ചെയ്യണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം. വേതനം 7000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം 2 മാസത്തെ ഓണറേറിയം പ്രഖ്യാപിച്ചെങ്കിലും ലഭിച്ചത് 1 മാസത്തെ മാത്രമാണെന്നും ആശാ വർക്കർമാർ പ്രതികരിച്ചു. 2 മാസത്തെ ഓണറേറിയം എന്ന് പറഞ്ഞ് 1 മാസത്തെ ഓണറേറിയം 7000 രൂപ വന്നു. പക്ഷേ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ 13,200 രൂപയാണ് നമുക്ക് 1 മാസത്തെ ഓണറേറിയം എന്നാണ് പറയുന്നത്. അവർ തരട്ടെ 13,200 രൂപ. പല മാധ്യമങ്ങളിലും വന്നു 13,200 രൂപയാണ് ഓണറേറിയം എന്നാണ് പറയുന്നത്. 26,400 രൂപ അവർ ഓണറേറിയം അയച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് വന്നിട്ടുള്ള വെറും 7000 രൂപയാണ്. ബാക്കി പൈസ അവർ തരട്ടെ. ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആശാ വർക്കർമാരുടെ പ്രഖ്യാപനം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.